ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന പൂച്ചകളെ പറ്റി കുറച്ച് രസകരമായ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന പൂച്ചകളെ പറ്റിയുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവരും കാണും. അവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. പൂച്ചയ്ക്ക് നമ്മളെക്കാളും ഇരട്ടി ശബ്ദം കേൾക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പൂച്ച നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദം അതിന് കേൾക്കാൻ പറ്റും. അതുപോലെ മണം പിടിക്കാനുള്ള കഴിവും പൂച്ചയ്ക്ക് നമ്മൾ മനുഷ്യനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് എടുക്കും അത് ഉറങ്ങി കിടക്കുകയാണെങ്കിലും അത് വിളിക്കുന്നത്. പിന്നെ പൂച്ചയ്ക്ക് ഒരു ദിവസം പൂച്ച 13 മുതൽ 16 മണിക്കൂറാണ് ഉറങ്ങുന്നത്. അങ്ങനെ പൂച്ച ഉറങ്ങുന്നത് പൂച്ചയ്ക്ക് എനർജി സ്റ്റോർ ചെയ്യാനും രാത്രി ഹണ്ടിങ്ങിന് പോകുമ്പോൾ അതിന് എനർജി കിട്ടാനും വേണ്ടിയാണ് അതിങ്ങനെ ഉറങ്ങുന്നത്. പൂച്ച പിന്നെ പാല് കുടിക്കുന്നത്, കണ്ണടച്ച് പാല് കുടിക്കുന്നത്, അതൊരു പഴഞ്ചൊല്ലുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ പൂച്ചയുടെ വിചാരം പൂച്ച ഇങ്ങനെ കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ അത് പാല് കുടിക്കുന്നതൊന്നും ആരും കാണുകയില്ല. അതിന് കാണാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ ആർക്കും കാണാൻ പറ്റുമില്ലെന്ന്. പക്ഷേ പൂച്ചയ്ക്ക് പാലൊന്നും അത്ര നല്ലതല്ല. പൂച്ചയ്ക്ക് പാൽ കുടിക്കുന്നതിലൂടെ അതിന് ദഹനത്തിൻ്റെയൊക്കെ പല പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. പൂച്ചയ്ക്ക് പാൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്നാലും പൂച്ചയ്ക്ക് പാൽ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കാലിക്കോ ക്യാറ്റ്സ് കൂടുതലും ഫീമെയിൽസാണ്. അതിന് മെയിൽ ക്യാറ്റ്സ് അധികം. ഈ ക്യാറ്റ്സ് നമുക്ക് സാമ്പത്തികമായി സഹായിക്കുമെന്ന് പറയുന്നത്. വീട്ടിൽ ഇങ്ങനത്തെ ക്യാറ്റ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ മെയിൽ ക്യാറ്റ്സ് അപൂർവമാണ്. അങ്ങനത്തെ മെയിൽ ക്യാറ്റ്സിനെ അമേരിക്കക്കാർ കണ്ണടച്ച് കാല് തൊട്ട് നമസ്കരിക്കുമെന്ന് പറയുന്നത്. പിന്നെ പൂച്ച നമ്മുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് അതിന് നമ്മളോട് ട്രസ്റ്റ് ഉണ്ട്, നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അതിന് തോന്നുന്നത് കൊണ്ടാണ് പൂച്ച നമ്മളെ കൂടെ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ പൂച്ചയ്ക്ക് ഉയരത്തിലിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അത് അങ്ങനെ ഇരിക്കുന്നത് അത് ആ പ്ലേസ് മുഴുവൻ നോക്കാനും അതിൻ്റെ ഇരയെ കണ്ടെത്താനും, ഇരയുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാനാണ് പൂച്ച ഇങ്ങനെ വളരെ ഹൈറ്റിൽ പോയി ഇരിക്കുന്നത്. പിന്നെ പൂച്ചയ്ക്ക് മധുരം കൊടുക്കുന്നതൊന്നും അത്രയും നല്ലതല്ല. പിന്നെ പൂച്ച 2000-ഓളം ഇര ജന്തുക്കളെ പൂച്ച കൊല്ലാറുണ്ട്. കണ്ടൻ പൂച്ച കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തള്ളപ്പൂച്ച മേറ്റിങ്ങിന് വരാത്തത് കൊണ്ടും പിന്നെ പൂച്ച കുഞ്ഞുങ്ങൾ അതിൻ്റെ ടെറിട്ടറി എടുക്കും. പിന്നെ അതിന് പൂച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിന് ഫുഡ് കിട്ടില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ പൂച്ച മിയാവെന്ന് വെക്കുന്നത് മനുഷ്യരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാത്ത സമയത്ത് അത് പൂച്ചകളുമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് സംസാരിക്കാറില്ല. പിന്നെ പൂച്ച മാത്രമാണ് ലോകത്ത് ഹിന്ദി സംസാരിക്കുന്ന ഏക മൃഗം. പൂച്ച മിയാവെന്ന് വെക്കുന്നത് മേ ആവെന്ന് പറയുന്നതാണ്. അങ്ങനെ അതൊരു കോമഡി ആയിട്ട് പറയുകയാണ്. പിന്നെ പൂച്ചയുടെ ഹൈറ്റിനേക്കാളും 5 മുതൽ 6 ഇരട്ടി ഉയരത്തിൽ ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പൂച്ചകളെ പറ്റിയുള്ള രസകരമായ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.